പോയിട്ടുള്ള ബസ് എപ്പോഴാണ്? ഇപ്പോൾ ഉണ്ടല്ലോ 8:10 എന്താ മെഴുകുതിരി എത്തിച്ചേക്കുന്നത്? ഇവിടെ കറണ്ട് ഒന്നുമില്ലേ? ഇല്ല, ഇവിടെ കറണ്ട് പോയിട്ട് ഒരു 6 മാസം ആവുന്നു. മീറ്ററിൽ സപ്ലൈ ഉണ്ട്, പക്ഷെ അതിൽ നിന്നുള്ള ലൈൻ KSEB കട്ട് ചെയ്തിരിക്കുകയാണ്. ബസ് ഉണ്ടല്ലോ, അത് 7:50 വണ്ടി ഇപ്പോൾ പോയി. ഇനി 8:20 അടുത്ത വണ്ടി. ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ തൊഴിൽ അന്തരീക്ഷത്തിലും യാത്രക്കാരെ ഒരു വാക്കുകൊണ്ട് പോലും ബുദ്ധിമുട്ടിക്കാറില്ല ഇവർ. വിവരങ്ങൾ തിരക്കി വരുന്നവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തി ദിശയറിയാതെ നീങ്ങുന്നവർക്ക് കൂരിരുട്ടിലും ദിശാസൂചികയാകും. തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൻ്റെ ഏറ്റവും പകുതിയിൽ കൂടുതൽ സർവീസുകളും ഇവിടെ വന്ന് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ കുറ്റിയിരുട്ടാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ അറൈവലോ ഡിപ്പാർച്ചറോ അതൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. മേലുദ്യോഗസ്ഥരെ ഈ യാതനകളെല്ലാം അറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജീവനക്കാരാണ് പ്രതിസന്ധിയിൽ തൊഴിലെടുക്കുന്നത്. പാതിരാത്രിയിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും സഹിക്കണം. വനിത ഇരിക്കുമ്പോഴത്തേക്കും ഉള്ള ഒരു പ്രധാന പ്രശ്നമെന്ന് വെച്ചാൽ വൈകുന്നേരം ഒരു 7 മണി കഴിഞ്ഞാൽ ഇവിടെ ഇരുട്ടാണ്. അപ്പോൾ ഇവിടെ ഞങ്ങളൊക്കെ പോലുള്ളവർ പോലും ഈ രാത്രി ഈ സമയത്ത് ഇവിടെ ഇരുന്ന് ഡ്യൂട്ടി ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പോലും വളരെ പേടിയാണ്. കാരണം എന്താ വെച്ചാൽ ഈ കുറേ രാത്രി അപ്പോൾ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ മദ്യപാന്മാരെ ശല്യം വളരെ കൂടുതലാണ്. നമുക്ക് വളരെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ്. KSRTC ജീവനക്കാർ ഇരുട്ടത്തിരുന്ന് ജോലി ചെയ്യുമ്പോൾ അധികാര തലപ്പത്തിരിക്കുന്നവർ വെളിച്ചത്തിരുന്നും ഇരുട്ട് തപ്പുകയാണ്. ഈ പരാതി എൻ്റെ മാത്രം പരാതിയല്ല, പൊതുജനങ്ങളുടെ കൂടിയാണ്. ക്യാമറാമാൻ പ്രേം ശശിക്കൊപ്പം ലയന ജയരാജ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.